ഹലോ, നമ്മളുടെ സ്മോൾ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം കൂട്ടാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അധിക സംരംഭകർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും അറിയാം വരുമാനം കൂട്ടണമെന്നുള്ളത് അറിയാം. പക്ഷേ അത് എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് എളുപ്പത്തിൽ വരുമാനം കൂട്ടാൻ സാധിക്കുന്നത്, ഇത് പലർക്കും അറിയില്ല. ആ വേരിയബിൾസാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്തെല്ലാം ചെയ്താൽ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമാനം കൂടുന്നുള്ളത്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് നമ്മളുടെ ബിസിനസ്സിൽ നിന്നുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. യൂണിറ്റ് സോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രോഫിറ്റ്. ഒരെണ്ണം സെല്ല് ചെയ്യുമ്പോൾ എന്ത് ലാഭമുണ്ട്, അങ്ങനെ എത്ര എണ്ണം വിറ്റു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്, ആരും പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ ഇത് ഡീപ്പായിട്ട് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് ഡീപ്പായിട്ട് അറിയില്ല. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇങ്ങനെ കൂട്ടി നോക്കുകയല്ലാതെ. പക്ഷേ ഏത് വേരിയബിളിൽ നമ്മൾ ചേഞ്ച് വരുത്തും. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മളുടെ ബിസിനസ്സിലെ കൺവേർഷൻ കൂട്ടാം. അതായത് വില ചോദിച്ച് എൻക്വയറി ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കൺവേർഷൻ കൂട്ടിക്കൊണ്ട് നമുക്ക് ബിസിനസ്സിലെ വരുമാനം കൂട്ടാം. അതായത് ഒരു 100 പേര് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു ദിവസം വരുന്നുണ്ടെന്ന് സങ്കല്പിക്കാം. ചില ബിസിനസ്സിൽ അത് വളരെ വലിയ നമ്പറാണ്, ചില ബിസിനസ്സിൽ അത് വളരെ ചെറിയ നമ്പറാണ്. ഞാൻ ഉദാഹരണം പറയണതാണ്. 100 പേര് ഒരു ദിവസം വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 പേരായിരിക്കും ചിലപ്പോൾ സാധാരണ വാങ്ങിക്കുക. ഓൺലൈൻ്റെ എക്സാമ്പിൾ എടുത്തോ. 100 പേര് വാട്സപ്പിൽ എൻക്വയറി ചോദിക്കേണ്ടി ചിലപ്പോൾ ഒരു 10, 12 പേര്, 15 പേര് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കും. അപ്പോൾ നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15%. 100 പേര് വരുന്നു, 15 പേര് നിങ്ങളുടെ കസ്റ്റമർ ആവുന്നു. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കൺവേർഷൻ റേറ്റ് 15%. ഈ കൺവേർഷൻ റേറ്റ് കൂട്ടിക്കൊണ്ട് നമുക്ക് ബിസിനസ്സിലെ വരുമാനം വർദ്ധിപ്പിക്കാം. 15% എന്നുള്ളത് 18, 19, 20, 25 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് നമ്മുടെ വരുമാനം കൂടുകയാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം എന്നുള്ളത് പഠിക്കുക. ബെറ്റർ ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. എങ്ങനെ നല്ല രീതിയിൽ ഓഫർ ക്രാഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റമറെ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം. ഒരു തവണ എൻക്വയറി ചോദിച്ച് വന്ന കസ്റ്റമറെ വീണ്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആരാന്ന് നോക്കി അവരെ വീണ്ടും ഫോളോ അപ്പ് ചെയ്തിട്ട് ആ സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പോൾ നമ്മളുടെ കൺവേർഷൻ റേറ്റ് കൂടി. കസ്റ്റമേഴ്സ് എന്തെല്ലാം എന്തെല്ലാം ട്രിഗറുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സെയിൽ കൂടും, നമ്മളുടെ കൺവേർഷൻ കൂടും എന്നുള്ളത് പഠിക്കണം. സ്കേഴ്സിറ്റി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾ വിൽക്കുന്നത് ലേഡീസ് ബാഗുകളാണെന്ന് വിചാരിക്കുക. ഒരു കറുത്ത കളറിലുള്ളൊരു ഡിസൈൻ ഉണ്ട്, ഒരു പൂക്കളൊക്കെ ഉള്ളൊരു ഡിസൈൻ നിങ്ങളുടെ അടുത്തുണ്ട്. അത് 4 പീസ് മാത്രമേ നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ളൂവെങ്കിൽ ആ സ്കേഴ്സിറ്റി, ആ ഒരു കുറവ് കസ്റ്റമർ അറിയിക്കുക. ഇത് കുറവേ ഉള്ളൂ എന്ന് കസ്റ്റമർ അറിയിക്കുക. അപ്പോൾ കസ്റ്റമറുടെ മനസ്സിൽ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സെയിൽ നിങ്ങൾക്ക് തരും. അവർ ചിലപ്പോൾ അടുത്ത മാസം വാങ്ങാനിരുന്നതായിരിക്കും സാലറി ഒക്കെ കിട്ടിയതിന് ശേഷം. അടുത്ത മാസത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇതൊക്കെ മറന്നുപോകും. അപ്പോൾ പെട്ടെന്ന് സെയിൽ വളരെ അത്യാവശ്യമുള്ളവർ പോലും സെയിൽ ഡിലേ ചെയ്യാതിരിക്കാൻ നമുക്ക് ഇതേപോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു വന്നത് കൺവേർഷൻ എങ്ങനെയെങ്കിലും കൂട്ടുക. 100 പേര് വരാൻ നേരത്ത് 15 പേരാണ് ഇപ്പോൾ എടുക്കുന്നതെങ്കിൽ അതിനെ 18, 20, 25 എത്തിക്കാനായിട്ട് നോക്കാം. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും പരീക്ഷിച്ചു നോക്കുന്നതിലൂടെയാണ് നമുക്ക് കൺവേർഷൻ കൂട്ടാൻ പറ്റുന്നത്. അതിലൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. 5 പീസേ ബാക്കിയുള്ളൂവെങ്കിൽ 5 പീസേ ബാക്കിയുള്ളൂ എന്ന് പറയാം. നമ്മളവിടെ നുണയൊന്നും പറയണില്ല. 5 പീസ നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ളൂ, അത് കസ്റ്റമറുടെ അടുത്തൊക്കെ പറയാം. ഏത് സമയം ഓട്ടോ സ്റ്റോക്ക് ആവാം, നമുക്കറിയില്ല. അതും സത്യം തന്നെയാണ്. നമുക്കറിയില്ല എപ്പോഴാണ് കസ്റ്റമർ വന്നേന്നോ ഈ 5 എപ്പോൾ ഔട്ടോ സ്റ്റോക്ക് ആവും എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങനെ ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് കസ്റ്റമറുടെ അടുത്ത് പറയാം. അപ്പോൾ താല്പര്യമുള്ളവർ അതിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. കൺവേർഷൻ എങ്ങനെയെങ്കിലും കൂട്ടാം. 100 പേര് വരുന്നു, 15 പേര് വാങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ 20, 25 എത്തിക്കാനായിട്ട് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ്, രണ്ടാമത്തെ വേരിയബിളാണ് കൺവേർഷൻ റേറ്റ്. അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് കൺവേർഷൻ എന്ത് ചെയ്തിട്ട് കൂട്ടാൻ പറ്റില്ല, അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പലതും ട്രൈ ചെയ്ത് നോക്കി. ആ 15% തന്നെ കിട്ടണുള്ളൂ. 100 പേര് വരുമ്പോൾ 15 പേര് വാങ്ങുന്നു, അതിൻ്റെ മേളിലിട്ട് കയറാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാഫിക്കിൻ്റെ എണ്ണം കൂട്ടാം. ട്രാഫിക് വരുന്നവരുടെ എണ്ണം കൂട്ടാം. 100 പേര് വരുന്നു എന്നുള്ളത് 200 പേരെ വരുത്താം. 100ൻ്റെ 15%-ത്തേക്കാളും എന്തായാലും കൂടുതലായിരിക്കുമല്ലോ 200ൻ്റെ 15%. അപ്പോൾ ട്രാഫിക് ഫ്ലോ കൂട്ടുക. ലീഡ്സിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടും നമുക്ക് ബിസിനസ്സിലെ വരുമാനം കൂട്ടുക. അതായത് കൺവേർഷൻ റേറ്റ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് 100 പേര് വരുന്നു എന്നുള്ളത് 200 ആക്കാനായിട്ട് നോക്കാം, 150 ആക്കാനായിട്ട് നോക്കാം, 250 ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ കൂടുതലായിട്ട് ഏതെല്ലാം സോഴ്സിലൂടെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിക്കാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ പുറത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഷോപ്പ് ഉദാഹരണം കൊടുക്കാം. നിങ്ങളൊരു ഷോപ്പാണ്, ജസ്റ്റ് വാക്കിംഗ് കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ.
ആ ബോർഡൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ കയറി എന്ന് പറയാം. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ആ ലീഡിൻ്റെ ഫ്ലോ കൂട്ടാനായിട്ട് നോക്കാം. അതായത് ഓൺലൈനിലൂടെയും കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നോക്കാം. ലേഡീസ് ബാഗ് തന്നെ ഉദാഹരണം കൊടുക്കുക. നിങ്ങൾ ലേഡീസ് ബാഗിൻ്റെ ഷോപ്പാണെങ്കിൽ നിങ്ങളുടെ ബോർഡ് കണ്ട് കസ്റ്റമേഴ്സ് വന്നോട്ടെ. അതോടൊപ്പം തന്നെ 100 പേര് വരുന്നിടത്ത് അതിന് 200 ആക്കണമെങ്കിൽ പുതിയൊരു ട്രാഫിക് സോഴ്സിനെ പറ്റി നിങ്ങൾ പഠിക്കുകയും അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. സോഷ്യൽ മീഡിയ വഴി കണ്ടെത്താൻ സാധിക്കുമോ? ഇൻസ്റ്റാഗ്രാം വഴി, യൂട്യൂബ് വഴി, ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ട്രാഫിക്കിൻ്റെ ഒഴുക്ക് കൂട്ടാനായിട്ട് നോക്കാം. 100 പേര് വരുമ്പോൾ 15 പേര് വാങ്ങണ്ടെങ്കിൽ 15% നമ്മളുടെ കൺവേർഷൻ റേറ്റ്. അപ്പോൾ അങ്ങനെ ആ കൺവേർഷൻ റേറ്റ് കൂട്ടാൻ പറ്റണില്ലെങ്കിൽ, എന്തൊക്കെ ട്രൈ ചെയ്തിട്ടും നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റണില്ലെങ്കിൽ ട്രാഫിക് സോഴ്സിൽ നിന്ന് കൂടുതൽ ലീഡ്സിനെ കൊണ്ടുവരാനായിട്ട് നോക്കാം. 100 പേര് വരുന്നതിന് പകരം 150, 200 കൊണ്ടുവരാനായിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വേരിയബിൾ. ആദ്യത്തേത് കൺവേർഷൻ റേറ്റ് കൂട്ടാനായിട്ട് നോക്കാം. രണ്ടാമത്തേത് കൂടുതൽ ലീഡ്സിനെ വരുത്താനായിട്ട് നോക്കാം. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് നിലവിൽ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ലാഭം കൂട്ടിക്കൊണ്ട്, പ്രൈസ് കൂട്ടിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യുക. കുറച്ചും കൂടി പർച്ചേസിങ് പവറുള്ള വിഭാഗം കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഇൻകം കൂട്ടാനായിട്ട് സാധിക്കും. അതായത് പ്രൈസ് എങ്ങനെയെങ്കിലും കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടോയ് കാറാണെന്ന് വിചാരിക്കുക. ടോയ്സിൻ്റെ കുട്ടികൾ കളിക്കുന്ന ടോയ് കാറാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടികളുടെ ടോയ് എന്ന് പറഞ്ഞ് സെല്ല് ചെയ്യാൻ നേരത്തെ ഒരു പക്ഷേ അതിനൊരു ലിമിറ്റ് പ്രൈസ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. കൂടുതൽ ലാഭം നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ വേറൊരു ടാർഗറ്റ് മാർക്കറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കാം. അവിടെ ഒന്ന് പരസ്യം ചെയ്ത് നോക്കാം. അതായത് കാറെല്ലാം കളക്ട് ചെയ്ത് നോക്കുന്ന ഒരുപാട് വലിയ ആളുകളുണ്ട്. അത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അവർ ജസ്റ്റ് കാർ ഇങ്ങനെ കളക്ട് ചെയ്ത് നോക്കാറുണ്ട്. ടോയ് കാറുകൾ, മിനിയേച്ചർ മോഡലുകളെല്ലാം കളക്ട് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ കളക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള മിനിയേച്ചർ മോഡലായിട്ട് പരസ്യം കൊടുത്തു നോക്കുക. അപ്പോൾ നിലവിൽ നിങ്ങൾ പരസ്യം കൊടുക്കുന്നത് കുട്ടികളുടെ ടോയ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് ഒരു നിശ്ചിത പ്രൈസിൻ്റെ അപ്പുറത്തേക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പുതിയ മാർക്കറ്റിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൂടുതൽ പ്രൈസിൽ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. അതായത് മിനിയേച്ചർ മോഡലുകൾ കാർ കളക്ട് ചെയ്ത് വെക്കുന്നവർക്ക്, മിനിയേച്ചർ മോഡൽസ് കളക്ട് ചെയ്ത് വെക്കുന്നവർക്ക് വേണ്ടി സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ കുറച്ചുകൂടി പർച്ചേസിങ് പവർ ഉള്ളവരായിരിക്കും. കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സിന് ഒരു പക്ഷേ ഒരുപാട് മണി സ്പെൻഡ് ചെയ്യാൻ സാധ്യത ഇല്ലായിരിക്കും. നിങ്ങളുടെ മാർക്കറ്റ് അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പുതിയൊരു സെഗ്മെൻറ്റിനെ കിട്ടുമെന്നുള്ളത് നോക്കുക. കുറച്ചും കൂടിയും പർച്ചേസിങ് പവറുള്ള. അപ്പോൾ കളക്ടേഴ്സ് ചിലപ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽസ് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലാഭം കൂട്ടിക്കൊണ്ടും നമ്മളുടെ ബിസിനസ്സിലെ പ്രൈസ് കൂട്ടിക്കൊണ്ടും കൂടുതൽ സുപ്പീരിയർ ആയിട്ടുള്ള പ്രീമിയം പ്രൊഡക്ട്സ് സെല്ല് ചെയ്തുകൊണ്ടും ഓർ സർവീസ് സെല്ല് ചെയ്തുകൊണ്ടും നമ്മുടെ ചെറിയ ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുമാനം കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കൺവേർഷൻ റേറ്റ്. 100 പേര് വരാൻ നേരത്ത് നിലവിൽ 15 പേരാണ് എടുക്കണമെങ്കിൽ അപ്പോൾ 15% കൺവേർഷൻ റേറ്റ്. അത് കൂട്ടാനായിട്ട് നോക്കുക. 20, 25 കൺവേർഷൻ റേറ്റിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുക. ഇനി അത് നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ രണ്ടാമത്തെ വേരിയബിളിലേക്ക് കിടക്കുക. ട്രാഫിക്കിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് നോക്കുക. ലീഡ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് നോക്കുക. 100 പേര് വരുന്നിടത്ത് ഇത് 200 ആക്കാനായിട്ട് നോക്കുക. കൺവേർഷൻ റേറ്റ് 15% നിലനിർത്തിക്കൊണ്ട് 100 പേര് വരുന്നിടത്ത് 200 പേരെ കൊണ്ടുവരാനായിട്ട് നോക്കുക. പുതിയ മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റി പഠിക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്ട്സ്, പ്രീമിയം ആയിട്ടുള്ള സർവീസുകൾ സെല്ല് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളുടെ നിലവിൽ ടാർഗറ്റ് ചെയ്യണ മാർക്കറ്റിന് അതിനുള്ള പർച്ചേസിങ് പവർ ഇല്ലെങ്കിൽ കൂടുതൽ പർച്ചേസിങ് പവറുള്ള മാർക്കറ്റ് എങ്ങനെയെങ്കിലും കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സെഗ്മെൻറ്റും കൂടി അതിൻ്റെ സെയിലിലൂടെ സെല്ല് ചെയ്യാനായിട്ട് നോക്കാം. ഇനി നാലാമത്തെ ഒരു മെത്തേഡല്ല, നാലാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മേളിൽ പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഒരേ സമയം ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നിർത്താതെ കൺവേർഷൻ റേറ്റ് കൂട്ടാനായിട്ട് നോക്കുക, ട്രാഫിക്കിൻ്റെ സോഴ്സ് കൂട്ടാനായിട്ട് നോക്കുക, പ്രീമിയം പ്രൊഡക്റ്റ് ഓർ പ്രീമിയം മാർക്കറ്റ് കണ്ടെത്താനായിട്ട്. ഇത് ഒരേ സമയം ചെയ്യാനായിട്ട് സാധിക്കില്ല. സാധിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഒരേ സമയം നിങ്ങൾക്ക് ഇത് ചെയ്യാം. 3ഉം ഒരേ സമയം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്കുള്ള വരുമാനം കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.